അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലെ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി നോക്കാം ഇനി. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നേരത്തെ ഇനീക്വാലിറ്റി എന്താ പറഞ്ഞത്? മോഡുലസ് ഓഫ് z1 പ്ലസ് z2 അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാം, എത്ര ടേം വേണമെങ്കിലും ആഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് എക്സെട്രാ പ്ലസ് zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2 പ്ലസ് എക്സെട്രാ പ്ലസ് മോഡുലസ് ഓഫ് zn ആണ് വരിക. അപ്പോൾ നമുക്കിതിനെ ഇതിന്റെ എക്സ്റ്റൻഷൻ എഴുതാം. മോഡുലസ് ഓഫ് z1, മോഡുലസ് ഓഫ് z1നെ നമുക്ക് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 മൈനസ് z2 ഇങ്ങനെ എഴുതിക്കൂടെ? കുഴപ്പമില്ല അല്ലേ? മോഡുലസ് ഓഫ് z1നെ ഒരു z2 ആഡ് ചെയ്തു, മൈനസ് ചെയ്തു, ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മൈനസ് z2 ഇങ്ങനെ എഴുതാം അല്ലേ? പ്ലസ് മൈനസ് z2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയിൽ ഇത് z1ഉം ഇത് z2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ഇത് z1 ആണ്, ഇത് z2 ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് എഴുതാം? മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് z2. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റി ആയി. ഇത് z2 ഇത് z1ഉം z2 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് z2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? മോഡുലസ് ഓഫ് z2 തന്നെ അല്ലേ? നെഗറ്റീവ് മോഡുലസിൻ്റെ ഉള്ളിൽ വന്നാലും പോസിറ്റീവ് തന്നെ വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് z1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മോഡുലസ് ഓഫ് z2. ഇനി എന്ത് ചെയ്യാം? ഈ മോഡുലസ് ഓഫ് z2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2. ഈ പ്ലസ് z2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് എന്താണ്? മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. അപ്പോൾ നമ്മൾ മോഡ് z1 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. മോഡ് z1നെ നമുക്ക് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 മൈനസ് z2 എന്ന് എഴുതാം. ആഡ് ചെയ്തു, z2 ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മൈനസ് z2 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മൈനസ് z2. മോഡുലസ് ഓഫ് മൈനസ് z2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z2 തന്നെയാണ്. അപ്പം എന്ത് ചെയ്തു? ഈ മോഡുലസ് ഓഫ് z2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z1 പ്ലസ് z2. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. ക്ലിയർ ആയില്ലേ? ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് മോഡുലസിന്റെ, അതും ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തന്നെയാണ്. അപ്പോൾ അതെന്താന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇതും നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2 ആണ്. പിന്നെ മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ആണ്. ഓൾ മോഡുലസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? മോഡ് z² ഇസ് ഈക്വൽ ടു zz ബാർ ഇത് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു z1 മൈനസ് z2 ഇൻറ്റു z1 മൈനസ് z2 ബാർ ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പോലെ തന്നെ z1 മൈനസ് z2 ഇൻറ്റു
ഇവിടെ നമുക്ക് കോഞ്ചുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ, z1 ബാർ മൈനസ് z2 ബാർ എന്ന് എഴുതാം, ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, z1 ഇൻറ്റു z1 ബാർ മൈനസ് z1 ഇൻറ്റു z2 ബാർ മൈനസ് z2 ഇൻറ്റു z1 ബാർ z2 ബാർ അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താണ്, മോഡ് z1 സ്ക്വയർ മൈനസ് z1 ഇൻറ്റു z2 ബാർ മൈനസ് ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണ്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ, പ്ലസ് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റി കൊടുക്കാം. എന്തെഴുതാം, z1 ഇൻറ്റു z2 ബാർ ഓൾ ബാർ പ്ലസ് മോഡുലസ് ഓഫ് z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 സ്ക്വയർ മൈനസ് ഇത് z പ്ലസ് z ബാർ ആണ് അല്ലേ, z പ്ലസ് z ബാർ എന്ന് പറഞ്ഞാൽ 2 റിയൽ z മൈനസ് 2 റിയൽ ഓഫ് z1 z2 ബാർ പ്ലസ് മോഡുലസ് ഓഫ് z2 ബാർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 സ്ക്വയർ. ഇവിടെ നോക്ക്, ഇവിടെ റിയൽ z നമുക്കറിയാം, റിയൽ z ലെസ് ദാൻ മോഡ് z ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് ഓഫ് റിയൽ z ഗ്രേറ്റർ ദാൻ മൈനസ് ഓഫ് മോഡ് z. അതെന്തായി, ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്തു അല്ലെ, ഇനീക്വാലിറ്റി ചേഞ്ച് വരും. റിയൽ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z എന്നുള്ളതിന്റെ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ മൈനസ് ആണ് അല്ലെ, മൈനസ് റിയൽ ഓഫ് z എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റി മാറിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 സ്ക്വയർ മൈനസ് 2 റിയൽ z എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും, മൈനസ് 2 മോഡ് z1 z2 ബാർ. നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും, പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ greater than or equal to modulus of z1 square minus 2z1 z2 bar plus modulus of z2 square greater than or equal to modulus of z1 square minus 2 modulus of z1 into modulus of z2. Modulus of z2 bar na modulus of z2 എന്ന് എഴുതാം plus modulus of z2 square. അപ്പോൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതിയത്, ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നത് അല്ലെ. ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയപ്പോൾ നമ്മൾ ഇനീക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് മാറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതും, മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതെന്താണ്, ഇത് നമുക്ക് അറിയാം a മൈനസ് b ഹോൾ സ്ക്വയർ ആണ് അല്ലേ, അതായത് മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ഹോൾ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. ക്ലിയർ ആയില്ലേ? അപ്പോൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. ഏതൊക്കെയായിരുന്നു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി? മോഡുലസ് ഓഫ് z1 modulus of z1 plus z2 less than or equal to modulus of z1 plus modulus of z2 and modulus of z1 minus z2 is equal to greater than or equal to modulus of z1 minus modulus of z2. ഇതിൻ്റെ രണ്ടിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്, prove that root 2 mod z greater than or equal to modulus of real z plus modulus of imaginary z. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോംപ്ലക്സ് നമ്പർ z എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിയൽ പാർട്ട് അല്ലെ, റിയൽ ഓഫ് z ഉം ഇമാജിനറി ഓഫ് z ഉം മോഡ് z ഉം എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. Suppose let z is equal to x plus iy. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയൽ ഓഫ് z എന്താ വരിക, x, ആൻഡ് ഇമാജിനറി ഓഫ് z എന്താണ്, y, ആൻഡ് മോഡുലസ് ഓഫ് z is equal to root of x square plus y square അല്ലേ. അപ്പോൾ നമ്മളൊരു നമ്പർ എടുക്കുകയാണ്, മോഡുലസ് ഓഫ് x മൈനസ് മോഡുലസ് ഓഫ് y ഹോൾ സ്ക്വയർ.
ഇതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് അല്ലേ? കാരണം എന്താണ്, ഒരു നമ്പർ എക്സ് എന്നുള്ള, ഇവിടെ എക്സ് എന്താണ്, റിയൽ ഓഫ് സെഡ് ആണ്, അതിന്റെ മോഡുലസ് അല്ലെ, മൈനസ് മോഡുലസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. അപ്പോൾ രണ്ട് റിയൽ നമ്പേഴ്സുകളാണ്, അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി, പോസിറ്റീവായി. പിന്നെ അതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യാണ്. ഇതെന്തായിരിക്കും, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് അല്ലേ? കാരണം എന്താണ്, ഒരു നമ്മൾ രണ്ട് നമ്പർ എടുത്തിട്ട് അതിന് സ്ക്വയർ ചെയ്യാണ്, അപ്പോൾ നമുക്ക് ഓൾവേസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഇതെന്താണെന്ന് എഴുതാം, a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയറിന് എന്ത് എഴുതാം, a സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു മോഡ് y പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ y സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടുന്ന് എന്തെഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2 മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈനെ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ എന്തൊരു 2 മോഡ് എക്സ് മോഡ് വൈ എന്ന് എഴുതാം. അപ്പോൾ എന്തെഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് വൈ എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം അല്ലേ? കാരണം മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. ഇവിടെ നോക്കൂ, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പർ അതിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ പറഞ്ഞാൽ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും അതിന്റെ സ്ക്വയർ പറഞ്ഞാൽ ഈക്വൽ ആണ് അല്ലേ? അപ്പൊ 2 എന്നുള്ളതാണ് നമ്മുടെ എക്സ് എന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാലും 2 സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്ലേസിൽ എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നതിന് പകരം എക്സ് സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് വൈ സ്ക്വയർ, മോഡുലസ് ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ എന്ന് എഴുതാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മോഡുലസ് ഓഫ് എക്സ് വൈ. ഇനി നമ്മൾ ഈ ഇനീക്വാലിറ്റിന്റെ രണ്ട് ഭാഗത്തും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആഡ് ചെയ്യാണ്. ഈ സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വരും, ദാറ്റ് ഈസ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? രണ്ട് പ്രാവശ്യമുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 2 മോഡുലസ് ഓഫ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 മോഡുലസ് ഓഫ് എക്സ് വൈ പ്ലസ് ഇവിടെ ഈ ഒരു എക്സ് സ്ക്വയറിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ ആക്കി. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടുന്ന് എങ്ങനെ എഴുതാം, 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതെന്താണ്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ അതിങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ആവും. അപ്പോൾ എന്ത് വരും, √2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ വരും അല്ലേ? സ്ക്വയർ ഉണ്ടായിരുന്നു, അത് റൂട്ടായി. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, √2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്, മോഡ് സെറ്റ് ആണ്. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്താണ്, മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ സെറ്റ് ആണ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ സെറ്റ് ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിയൽ സെറ്റ് പ്ലസ് മോഡുലസ് ഓഫ് ഇമാജിനറി ഓഫ് സെറ്റ്. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു സെറ്റ് എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും മോഡ് സെറ്റും എന്താണ്, റിയൽ നമ്പേഴ്സാണ്. നമ്മൾ z is equal to x plus iy എന്നുള്ള ഒരു നമ്പർ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്, എക്സ് ആണ്, ഇമാജിനറി പാർട്ട് y ആണ്. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് അല്ലേ? മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതൊരു മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. മോഡുലസ് ഓഫ് വൈ എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് അതിന് സ്ക്വയർ ചെയ്താൽ ഇതെന്തായിരിക്കും, ഓൾവേസ് ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റിയൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു, a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു,
ഇവിടെ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാലിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു 2 മോഡുലസ് ഓഫ് എക്സിന് മോഡുലസ് ഓഫ് വൈനെ കൊണ്ടുപോയി. ഇവിടെ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് എഴുതാം, എക്സ് സ്ക്വയർ ആണെന്ന് എഴുതാം. മോഡുലസ് ഓഫ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണെന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇനീക്വാലിറ്റി രണ്ട് ഭാഗത്തും ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ഇവിടെ 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതാൻ ഒരു ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വീണ്ടും എന്തെഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയറിന് എഴുതാം. അതങ്ങനെ കൊടുത്തു. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതാൻ ഒരു ഈക്വൽ ടു 2 മോഡുലസ് ഓഫ് എക്സ് വൈ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ. ഇതെന്താണ്, മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ ഹോൾ സ്ക്വയർ. നമ്മൾ റൂട്ട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തൊരു √2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതാൻ ഒരു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എഴുതാം. അപ്പോൾ √2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്, മോഡ് സെറ്റ് ആണ്. ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിയൽ ഓഫ് സെറ്റ് പ്ലസ് മോഡുലസ് ഓഫ് ഇമാജിനറി ഓഫ് സെറ്റ്. ഇതാണ് പ്രൂഫ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു പ്രൂഫ് നോക്കാം. ഇതുപോലെ അപ്പോൾ നെക്സ്റ്റ് പ്രൂഫ് നോക്ക്. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് z2 സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, മോഡുലസ് ഓഫ് z സ്ക്വയർ ഈക്വൽ ടു z ബാർ എന്നുള്ള പ്രോപ്പർട്ടി അല്ലേ. ഇതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്, മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ നമുക്ക് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ഇത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇത് മോഡുലസ് ഓഫ് z സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം, z ബാർ എന്നുള്ളത് എന്ത് എഴുതാം, z1 പ്ലസ് z2 ഇൻറ്റു z1 പ്ലസ് z2 ബാർ എഴുതാം അല്ലേ. പ്ലസ് ഇവിടെ z1 മൈനസ് z2 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതാം, z1 മൈനസ് z2 ഇൻറ്റു z1 മൈനസ് z2 ബാർ എഴുതാം ഈക്വൽ ടു z1 പ്ലസ് z2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺജുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. z1 ബാർ പ്ലസ് z2 ബാർ പ്ലസ് ഇവിടെ z1 മൈനസ് z2 ഇൻറ്റു z1 ബാർ മൈനസ് z2 ബാർ. ഇവിടെ കോൺജുഗേറ്റിനെ നെഗറ്റീവിലും സ്പ്ലിറ്റ് ചെയ്യാം ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, z1 ഇൻറ്റു z1 ബാർ പ്ലസ് z1 ഇൻറ്റു z2 ബാർ പ്ലസ് z2 ഇൻറ്റു z1 ബാർ പ്ലസ് z2 ഇൻറ്റു z2 ബാർ അല്ലേ. പ്ലസ് അടുത്ത ടേം എന്ത് വരും, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z1 z1 ബാർ മൈനസ് z1 z2 ബാർ മൈനസ് z2 z1 ബാർ പ്ലസ് z2 z1 ബാർ z2 ബാർ അല്ലേ ഈക്വൽ ടു ഇതിന്ന് ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു z2 z1 ബാറും ഉണ്ട് മൈനസ് z2 z1 ബാറും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യും അല്ലേ. അതുപോലെ z1 z2 ബാറും ഉണ്ട് പ്ലസ് z1 z2 ബാറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തമ്മിലും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്, z1 z1 ബാറും ഉണ്ട്, ഇവിടെ z1 z1 ബാറും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം, 2 z1 z1 ബാർ പ്ലസ് 2 z2 z2 ബാർ. z2 z2 ബാർ ഇവിടെ ഉണ്ട്, z2 z2 ബാർ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 2 ഇൻറ്റു z1 z1 ബാർ എന്താണ്, മോഡ് z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് z2 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് z2 സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരൊറ്റ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ളൂ, മോഡുലസ് ഓഫ് z സ്ക്വയർ ഈക്വൽ ടു z ബാർ. അത് ഇവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ കോൺജുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് സാധാ മൾട്ടിപ്ലിക്കേഷൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 z1 ബാറും ഉണ്ടാവും, അതുപോലെ തന്നെ z2 ബാറും ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടി. ഇനി ഇതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു പ്രൂഫ് നമ്മളിപ്പോൾ ഈ എഴുതിയിട്ടുള്ള ഈ ഒരു പ്രൂഫിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാം. ഇത് ആക്ച്വലി പാരലലോഗ്രാം ലോ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ജോമെട്രിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. Geometrical interpretation of
വൈ ഇവിടെ Z1 ഉള്ളൊരു പോയിന്റും Z2 എന്നുള്ള വേറൊരു പോയിന്റും അല്ലേ, അങ്ങനെ Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും PQR എന്ന് കൊടുക്കാം. ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ഒറിജിനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, പിയിലേക്ക് ഒരു വെക്ടർ വരക്കാം. അതുപോലെ തന്നെ ഒറിജിനിൽ നിന്നും ക്യൂവിലേക്ക് വരക്കാം. പിന്നെ ഒറിജിനിൽ നിന്നും ആറിലേക്ക് വരും അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു പാരലലോഗ്രാമാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് എന്ത് വരും, മോഡുലസ് ഓഫ് Z1. അതുപോലെ ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും Z2ലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇത് എന്ത് വരും, മോഡുലസ് ഓഫ് Z2. അതുപോലെ ഒറിജിനിൽ നിന്നും ആറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2, അതായത് എന്ത് വരും, OR ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2. ഈ ഒരു ഡയഗണലിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് PQ എന്ന് പറഞ്ഞാൽ എന്ത് വരും, PQ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് Z2. അപ്പോൾ നമുക്ക് ഇവിടെ പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? The sum of squares of lengths of diagonals of a parallelogram is twice the sum of squares of length of the adjacent sides. അപ്പോൾ ഇവിടെ ഡയഗണൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്, OR-ഉം PQ. അപ്പോൾ ഇവിടെ ഡയഗണൽസ് എന്ന് പറയുന്നത് ഏതാണ്, OR-ഉം PQ-ഉം അല്ലേ. അപ്പോൾ ഈ ഡയഗണൽസിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ സമ്മ അതെന്ത് വരും, OR സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ. ഈ രണ്ട് ഡയഗണൽസിന്റെയും സ്ക്വയറുകളുടെ സമ്മ് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്, ട്വൈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ലെങ്ത് ഓഫ് അഡ്ജസെന്റ് സൈഡ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ലെങ്ത് ഓഫ് അഡ്ജസെന്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അഡ്ജസെന്റ് സൈഡ്സുകൾ വരുന്നത്, OP-യും QR-ഉം ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, PR-ഉം Q-യും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ ട്വൈസ് ടൈംസ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ടൈംസ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. OP സ്ക്വയർ പ്ലസ് OP സ്ക്വയർ എഴുതിയാൽ പിന്നെ Q വേണ്ട അല്ലേ. അപ്പം എന്താ അടുത്തത് എന്താ വരിക, OQ സ്ക്വയർ. OQ സ്ക്വയർ ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ഇതിന്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു PQ എന്നുള്ള ഈ ഒരു ഡയഗണലിന്റെ സ്ക്വയർ എന്തിനോട് ഈക്വൽ ആണ്, ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ. അപ്പോൾ നമുക്ക് ഈ രണ്ട് അഡ്ജസെന്റ് സൈഡുകളും ഈക്വൽ ആവുന്നതുകൊണ്ട് അതിനെ 2 ടൈംസ് OP സ്ക്വയർ എന്ന് എഴുതാം. ഇത് തമ്മിൽ ഈക്വൽ ആവുന്നതുകൊണ്ട് എന്ത് എഴുതാം, 2 ടൈംസ് OQ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്രോബ്ലം വെച്ച് നോക്കൂ, ഈ ഒരു പ്രൂഫ് വെച്ച് നോക്കുമ്പോൾ എന്താ വരിക, ഇവിടെ OR സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ. OR എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ ആണല്ലേ. OR സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ പ്ലസ് PQ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് OP സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, OP എന്താണ്, മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് ഇതിന് എങ്ങനെ എഴുതാം അല്ലേ, 2 ടൈംസ് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. 2 ഔട്ട് സൈഡ് എടുക്കുക. അതുപോലെ എന്താണ്, 2 ഇൻറ്റു OP സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. OQ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. അപ്പോൾ ഈ പ്രൂഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരലലോഗ്രാം ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ജോമെട്രിക് ആയിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ്.